തൃപ്പൂണിത്തുറ ചൂരക്കാട്ടെ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിൽ ജില്ലാ കളക്ടർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. സബ് കളക്ടർ ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കും. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. സമീപത്തെ കാർഷിക ബാങ്കിൽ നിന്നുള്ള ദൃശ്യമാണ് 24-ന് കിട്ടിയത്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികൾ മോചിതരായിട്ടില്ല. നഷ്ടപരിഹാരത്തിനായി 285 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതിൻ്റെ അന്വേഷണ പുരോഗതി അതെങ്ങനെയാണ്? തുടർന്നുള്ള അന്വേഷണം ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? മജിസ്റ്റീരിയൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്, അത് ഏത് രീതിയിലായിരിക്കും? ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള നഷ്ടപരിഹാരത്തിനുള്ള നാട്ടുകാരുടെ ആവശ്യം, അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം, അതിനോടുള്ള അധികൃതരുടെ സമീപനം, വിവരങ്ങൾ എന്താണ് വിഷ്ണു? രജിത്ത്, പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ദേവസ്വം, ഈ പുതിയകാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിയിലാകാനുള്ളത്. നേരിട്ടെത്തി കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ, ഈ റിമാൻഡ് ചെയ്ത ആളുകളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പമാണ് നിലവിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ. സബ് കളക്ടർ കെ മീരക്കാണ് അതിന്റെ ചുമതല. അത് ഏത് സാഹചര്യത്തിലാണ് ഈ പെട്ടെന്നുണ്ടായ സ്ഫോടനം സംഭവിച്ചത്, അതോടൊപ്പം തന്നെ അനധികൃതമായി പടക്കം സൂക്ഷിച്ചതിനുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക, അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സ്വാഭാവിക നടപടിയാണ്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മജിസ്റ്റീരിയൽ അന്വേഷണം നേരത്തെ കുസാറ്റ് അപകട വേളയിലെല്ലാം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ 285 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് എത്തുമ്പോൾ അത് 300 കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ആളുകൾക്ക് അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില്ലുകൾ പൊട്ടിയതും അതോടൊപ്പം ജനലുകൾ അല്ലെങ്കിൽ അത്തരം വാതിലുകൾ നഷ്ടപ്പെട്ടതും വീടിടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ റവന്യൂ ഓഫീസർമാരെ ധരിപ്പിക്കാം. അതിനുശേഷം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടിലെത്തി പരിശോധന നടത്തും. അവരായിരിക്കും നഷ്ടം വിലയിരുത്തുക. നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് തുക കൈമാറുക. ഒരുപക്ഷെ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും തന്നെ തുക കൈമാറാനാകും. ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും തുക കൈമാറുക. 1 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും എന്നുള്ളതാണ് നിലവിൽ തൃപ്പൂണിത്തുറ ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാപ്യമാകും അതുവേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സംഘം ഈ സംഭവ സ്ഥലം പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ഈ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനാണ്. ഇന്നലെ ഫയർഫോഴ്സ് വ്യക്തമാക്കിയത് വണ്ടിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണമായതെന്നാണ്. എന്നാൽ അതൊരു സ്ഥിരീകരണത്തിലേക്ക് ഫയർഫോഴ്സും എത്തിയിട്ടില്ല. ഇന്ന് ഫയർഫോഴ്സ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായി അല്ലെങ്കിൽ അലക്ഷ്യമായി ഈ വെടിമരുന്ന് സൂക്ഷിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാവുന്നു. മരടും പുറ്റിങ്ങലും എല്ലാം നമുക്ക് മുൻപിലുണ്ട്. അത്തരം ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇത്തരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർച്ചയാവുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. വ്യക്തമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക്, ഈ പുതിയാവ് അപകടവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ് അടുത്ത പടി. റിജിത്ത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.